ഡിസ്കഷൻ ഇത് സുബ്രഹ്മണ്യേട്ടന് വരാൻ പറ്റിയില്ല, മറ്റേ ബന്ധു ദിവസമായതുകൊണ്ട്. അപ്പൊ അദ്ദേഹം അയച്ച ഒരു മെസ്സേജ് വായിക്കുകയാണ്. എന്തുകൊണ്ട് എഞ്ചിനീയറിംഗ് കോളേജ്? എഞ്ചിനീയേഴ്സ് ആണ് എല്ലാ കാര്യങ്ങളിലും വേൾഡിനെ മാറ്റുന്നത്, പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് കുട്ടികൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നതാണ്. ഇപ്പൊ മെഡിക്കലാണെങ്കിൽ കുറച്ച് ടഫാണ്, അതിന് വേണ്ട പൈസയും കൂടുതലാണ്. അതുകൊണ്ടാണ് എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറയുന്നത്. പക്ഷേ എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങുമ്പോൾ അദ്ദേഹം രണ്ടാമത് പറഞ്ഞത് വളരെ വളരെ പ്രാധാന്യമുള്ളതാണ്. 96 കോളേജ് ഉണ്ട് കേരളത്തില്, പാലക്കാട് 4. പിന്നെ നമ്മൾ തുടങ്ങുമ്പോൾ മറ്റുള്ളവർ തുടങ്ങുന്ന പോലെ തുടങ്ങരുത്, വ്യത്യസ്തമായിട്ട് തുടങ്ങണം. ക്വാളിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ലോങ് ടേം പ്രോജക്റ്റ് ആയിട്ട് ഇതിനെ കാണണം. നല്ല രീതിയിൽ റാങ്ക് കൊണ്ടുവരണം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്. അങ്ങനെയാകുമ്പോൾ കൂടുതൽ പേര് നമ്മളിലേക്ക് വരും, അത് നല്ലതാണ്. നമുക്ക് കൂടുതൽ പേര് വന്നു കഴിഞ്ഞാൽ, കൂടുതൽ കോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ, കൂടുതൽ പേര് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഫൈനാൻഷ്യൽ ആസ്പെക്ട്സിൽ കൂടെ നമുക്ക് കൂടുതൽ നല്ലതാണ്. അപ്പൊ ആ വിധത്തിൽ നമ്മൾ അതിനെ കാണണം. പുതിയ പുതിയ കോഴ്സുകളുണ്ട്, മെറ്റീരിയൽ സയൻസ്, നാനോ ടെക്നോളജി, ബയോടെക്നോളജി, ഇതൊക്കെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നമ്മൾ, അവർ റോബോട്ടിക്സ്, എംബഡഡ് സിസ്റ്റംസ്, ഇതൊന്നും അധികം ഇവിടെ ഇല്ല. കേരളത്തിൽ വേറൊരു പ്രശ്നം, പോസ്റ്റ് ഗ്രാജുവേറ്റ് എഡ്യൂക്കേഷൻ, റിസർച്ച് നെഗ്ലക്റ്റഡ് ആണ്. തമിഴ്നാടോ കർണാടകയോ എടുത്തു കഴിഞ്ഞാൽ അവർ വളരെയധികം നല്ല കോഴ്സുകളുണ്ട്. NITയോ ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജോ തൃശ്ശൂരോ ഒക്കെ കഴിഞ്ഞാൽ ഇവിടെ ശാസ്ത്ര എഞ്ചിനീയറിംഗ് കോളേജ് ചുമ്മാ ഒരു തട്ടുകട തുടങ്ങണ പോലെ തുടങ്ങിയിരിക്കുകയാണ്. അതൊന്ന് വിഭിന്നമായിരിക്കണം നമ്മൾ. അപ്പൊ അതിനുള്ള കുറെ തോട്ട്സ് ഉണ്ട്. മെസ്സേജ്, സുബ്രഹ്മണ്യേട്ടന്റെ മെസ്സേജ്. അടുത്തത് ഈ ആര്യനെറ്റ് എന്ന് പറഞ്ഞത്, ഇതും സുബ്രഹ്മണ്യേട്ടൻ ചെയ്യേണ്ട ഇതായിരുന്നു. അദ്ദേഹത്തിന് പേരായിട്ട് ഞാൻ ചെയ്യാണ്. ആര്യനെറ്റ് എന്നുള്ളൊരു പേര് തുടങ്ങിയതിനെ പറ്റിയുള്ള ഒരു ഹിസ്റ്ററിയാണ്. അപ്പൊ അതില് നെറ്റ്വർക്കിന്റെ ആര്യവൈശ്യാസ്, ഇതില് ഗുപ്തൻ, മൂത്താൻ, തരകൻ, മന്നാടിയാർ, പത്തുകുടി, ഇവരെല്ലാവരും കൂടിയിട്ടുള്ളതാണ്. പത്തുകുടി എന്നുള്ള അവരെ കണ്ടിട്ടുണ്ടായിരുന്നു. അവർക്ക് ഇന്ന് പറ്റെങ്കിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 400 ഫാമിലീസ് ഉണ്ട്. വെല്ലങ്കി പറഞ്ഞാൽ ശരിയല്ല, വെല്ലങ്കി അദ്ദേഹം കോണ്ടാക്ട് ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹം വരാൻ പറഞ്ഞിട്ടുണ്ട്, സപ്പോർട്ട് എല്ലാം കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഗുപ്തൻ, മൂത്താൻ, തരകൻ, മന്നാടിയന്മാരും നമുക്ക് വളരെ അടുത്തുള്ള ആൾക്കാരാണ്, പരസ്പരം അറിയുന്നവരാണ്. സപ്പോർട്ട് പല വിധത്തിലും കിട്ടും. അപ്പൊ ഇതിന്റെ വിഷൻ എന്താ പറഞ്ഞാൽ, നെറ്റ്വർക്ക് and form a fine group of individuals to nurture a cohesive and mature community. ഇതിന് മലയാളം എങ്ങനെ പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഉദ്ദേശിക്കുന്നത്, ലോകത്ത് എവിടെ പോയി കഴിഞ്ഞാലും നമ്മൾ എന്തിനാണ് കല്യാണത്തിന് കൂടുന്നത്, ചായ കൊടുക്കുന്നത്? ഇന്നിപ്പോ ചായ കുടിക്കാൻ വേണ്ടി മാത്രം വരിക. പക്ഷെ പണ്ടൊക്കെ പരസ്പരം ബന്ധങ്ങൾ സ്ഥാപിക്കാനും അവര് തമ്മിലുള്ള ഒരു നെറ്റ്വർക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ കാര്യങ്ങൾ നടക്കുള്ളൂ. ഇപ്പൊ എനിക്കൊരു കമ്പനി ഉണ്ട്, അതിന് നല്ല കാര്യങ്ങൾ നടക്കണമെങ്കിൽ എനിക്ക് നെറ്റ്വർക്ക് വേണം, അതിന്റെ മീറ്റിംഗിൽ പോകണം. ലോകത്ത് എവിടെ പോയി കഴിഞ്ഞാലും ബിസിനസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ്വർക്കിംഗ് വേണം. ആ നെറ്റ്വർക്ക് എല്ലാവരെയും ഒന്ന് ആയിട്ട് കൊണ്ടുവന്നിട്ട് നല്ല ആൾക്കാരായിട്ട്, വെടിപൊട്ടണം നല്ലത് ഉദ്ദേശിച്ചിട്ട്, നല്ല ആൾക്കാര്, വളരെ മെച്യൂർഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കാനുള്ള അതാണ് വിഷൻ. ഇപ്പോൾ 2004 ഒരു യാഹൂ ഗ്രൂപ്പ് തുടങ്ങിയത്. പിന്നെ 6 അത് ഗൂഗിളിലേക്ക് മാറി. ഇപ്പോ ഓൺലൈനിൽ 255 ആൾക്കാരുണ്ട്. മെയിൻലി കേരളത്തിന് പുറത്തുള്ളവരോ ഇന്ത്യയിൽ നിന്ന് പുറത്തുള്ളവരാണ് ഉള്ളത്. എന്ന് പറഞ്ഞാൽ അമേരിക്ക, യൂറോപ്പ്, ഗൾഫ്, ഇന്ത്യ, സിംഗപ്പൂര് കുറച്ച് പേരേ ഉള്ളൂ, ഞാനും 1-2 ആൾക്കാരും. ഇതാണ് നമ്മുടെ നെറ്റ്വർക്ക്. പക്ഷെ ഈവൻ ഓസ്ട്രേലിയയിലും ജപ്പാനിലും ആഫ്രിക്കയിൽ നൈറോബിയിൽ ഇപ്പോ 3 ഫാമിലിറ്റി ഉണ്ട് നമ്മുടെ ആൾക്കാർ. ഇതിന്റെ എല്ലാം ഡീറ്റെയിൽസും നമ്മുടെ aryanet.org എന്നുള്ള വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്, ഏതൊക്കെ രാജ്യത്താണുള്ളതെന്ന്. ഇവിടെ ഇന്റർനെറ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്കത് കാണിച്ചു തരാൻ പറ്റില്ല. പിന്നെ aryanet.org 2005 തുടങ്ങി. പിന്നെ ആര്യയോഗം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാട്രിമോണിയൽ സർവീസ് തുടങ്ങി. അതിനെ പറ്റിയിട്ട് ചെറിയച്ഛൻ സംസാരിക്കും. മെയില് ആര്യവൈശ്യായിട്ട് ജിമെയിലാണ്. ഗൂഗിൾ ഗ്രൂപ്പ് ഇതാണ്. ഇതൊക്കെ നമ്മൾ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് ഓരോ റീജിയനിലും നമുക്ക് അതിൻ്റെ ഒരു എന്താ പറയാ, ഒരു ബ്രോഷറായിട്ടോ അല്ലെങ്കിൽ ഒരു ഇതായിട്ട് നമുക്ക് ബുക്ക്ലെറ്റ് ആയിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്കിപ്പോ മൂത്താന്മാർക്കോ തത്തുകുടി അവിടെ ഉള്ളവർക്ക്, കോങ്ങാട് അല്ലെങ്കിൽ തിരുവാഴിയോട്, ചത്തല്ലൂര്, ഒരു കീ പേഴ്സൺസ് കുറച്ചുപേരെ കണ്ടിട്ട് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംശയങ്ങൾ അല്ലെങ്കിൽ എളുപ്പമായിട്ടത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും.
അതിന്റെ ഒബ്ജക്റ്റീവ്സ്, വിഷൻ കഴിഞ്ഞ ഒബ്ജക്റ്റീവ്സ് ടു ഗ്രോ ഫ്രം വിത്തിൻ. നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ ഉയരണം. നമുക്ക് ധാരാളം കഴിവുണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക്. എത്ര പ്രൊഫഷണൽസ് ആണ് നമ്മുടെ ഉള്ളത് അറിയോ? അപ്പോൾ തന്നെ പൊളിറ്റിക്കൽ ആണെങ്കിലും പൊളിറ്റിക്കൽ ഫീൽഡ് എത്രയോ പേരുണ്ട്, ബാങ്കിങ് സെക്ടറിലുണ്ട്, എഞ്ചിനീയറിംഗിലുണ്ട്, മെഡിസിനിലുണ്ട്. ഇപ്പൊ ഹരിഗോവിന്ദനും സുഹൃത്തുക്കളും അവിടെ കാൻഡർ ഇന്ത്യ പറഞ്ഞിട്ട് ഒരു 100 കോടിയുടെ പ്രോജക്റ്റാണ് കോഴിക്കോട് തുടങ്ങിയിരിക്കുന്നത്. ഹരിഗോവിന്ദൻ പൊത്തിയേടത്തെ ഹരിഗോവിന്ദൻ, അതില് നമ്മുടെ ജയകൃഷ്ണനുണ്ട്, UK-യിലുണ്ടായിരുന്ന ജയകൃഷ്ണൻ. അദ്ദേഹം, നിങ്ങൾ പാർട്ട്ണറാണോ? അല്ലല്ല. അങ്ങനത്തെ പ്രോജക്റ്റ് ചെയ്യുന്ന കഴിവുള്ള എത്രയോ ആൾക്കാരുണ്ട്. കുറെ സ്കൂളുകൾ മാനേജ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇവരൊക്കെ മാറി ഓരോരുത്തരായിട്ട് ഓരോ ന്യൂക്ലിയസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഒരു നല്ല രീതിയിലൊരു സ്ട്രെങ്ത് ബിൽഡ് ചെയ്യണം. അപ്പോൾ നല്ല റിസോഴ്സസ് ഉണ്ട്, നല്ല കഴിവുള്ളവരുണ്ട്. അവരെ കൊണ്ടുവന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഗുണമുള്ള രീതിയിലുള്ള കൊണ്ടുവരണം. അപ്പൊ സ്ട്രെങ്ത്തും അഡാപ്റ്റബിലിറ്റിയും ഉണ്ടാക്കണം. ഇന്ന് ചാലഞ്ചസ് കുറെ ഉണ്ട് ജീവിക്കാൻ. പണ്ട് 20 വർഷം മുന്നേ ജീവിച്ച രീതിയിലോ 50 വർഷം മുന്നേ ജീവിച്ച രീതിയിലല്ല ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പൊ എന്റെ മോനൊക്കെ പഠിച്ചു വരുമ്പോൾ അവൻ എങ്ങനത്തെ ലോകമാണ് ഫേസ് ചെയ്യേണ്ടതെന്നുള്ള പേടി ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്. അതിനെങ്ങനെ നമുക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റണം. അപ്പോ ടു നർച്ചർ എ കൊഹസീവ് ആൻഡ് മച്വർ കമ്മ്യൂണിറ്റി നമ്മൾ വിഷനിൽ പറഞ്ഞു. അതൊന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ പല കുടുംബമാണെങ്കിലും പല കമ്മ്യൂണിറ്റി ആണെങ്കിലും നമ്മൾ ഒരു ഫാമിലി ആയിട്ട് തോന്നണം. എന്നിട്ട് എഡ്യൂക്കേഷണൽ, കരിയർ, ഫൈനാൻഷ്യൽ ഗൈഡൻസ് നമുക്ക് നമ്മുടെ എല്ലാവർക്കും കൊടുക്കാൻ രീതിയിൽ നമുക്ക് സെർവ് ചെയ്യണം സൊസൈറ്റി. പിന്നെ ഇന്ത്യ ഇപ്പൊ അഭൂതപൂർവമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് എനിക്കൊരു ബിസിനസ് ഉണ്ട് ബാംഗ്ലൂര്. അപ്പോൾ ഡൽഹിയിലുള്ള ഇന്ത്യൻ ഏഞ്ചൽ നെറ്റ്വർക്ക് പറഞ്ഞിട്ട് ഏറ്റവും സമ്പന്നരായിട്ടുള്ള ഇന്ത്യയിലത്തെ ആൾക്കാരാണ് എൻ്റെ കയ്യിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. 13 പേര്. നാസ്കോർ എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടായിരിക്കും. അതിന്റെ ഫൗണ്ടർ ചെയർമാൻ എന്റെ കമ്പനിയിലെ ഇൻവെസ്റ്ററാണ്, അതിന്റെ ഡയറക്ടറാണ്, എന്നെ പോലെ തന്നെ ഡയറക്ടറാണ്. അപ്പൊ നമുക്ക് ധാരാളം ചെയ്യാൻ പറ്റും. ഞാനൊരു കാർട്ടൂൺ സ്കൂൾ പഠിച്ചാണ്. ഞാൻ എന്നെ പുകഴ്ത്തി പറയാന്ന് വിചാരിക്കരുത്. പക്ഷെ അവിടെ പഠിച്ചിട്ട് മലയാളം എഴുതി പഠിച്ചിട്ട് നമുക്ക് ഉയരാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് മറ്റുള്ള എല്ലാവർക്കും അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തുകൂടാ? അങ്ങനത്തെ ധാരാളം നമുക്ക് നെറ്റ്വർക്ക് ചെയ്യണം. അങ്ങനെ എല്ലാവരും ഒന്നായിട്ട് കൊണ്ടുവരണം. അപ്പോ ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്ന ഈ അഭൂതപൂർവമായ ചേഞ്ചിൽ നമുക്ക് എന്തുകൊണ്ട് അതിന് ബെനിഫിറ്റ് ഉണ്ടാക്കിക്കൂടാ? ആ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് നമ്മൾക്ക് പോകേണ്ടത്? എന്നിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്തിട്ട് മറ്റുള്ള കമ്മ്യൂണിറ്റീസിന് റോൾ മോഡലായിട്ട് മാറണം. നമ്മളൊരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ മറ്റുള്ളൊരു തന്നെ മാറും. പാമ്പാടിയിലുള്ളതോ അല്ലെങ്കിൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജോ അല്ലെങ്കിൽ ഇലാഹിയ കോളേജോ ഇവിടെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്കൂൾ തുടങ്ങി, അവിടേക്ക് ധാരാളം ആൾക്കാർ പോകുന്നുണ്ട്, തന്നെ പോവും, അവിടേക്ക് ആൾക്കാർ പോവും. അങ്ങനത്തെ ഒരു റോൾ മോഡലായിട്ട് മാറണം. 2007 ആദ്യത്തെ സംഗമം നടന്നത്. അതിലെ നല്ല മീറ്റിംഗ്സും ഡിസ്കഷൻസും പിന്നെ കൾച്ചറൽ പ്രോഗ്രാംസും ഉണ്ടായിരുന്നു. അതിന്റെ ചെറിയ സ്നാപ്ഷോട്ട്. പിന്നെ ആര്യനെറ്റ് ഫൗണ്ടേഷൻ എന്നുള്ള രീതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഒരു ട്രസ്റ്റ്. അതില് 13 നവംബറിലാണ്. ഇപ്പൊ 3 പേരാണ്. അത് അന്ന് അത്ര പേരെ ഉണ്ടായിരുന്നുള്ളൂ. പലർക്കും വരാൻ പറ്റിയില്ല. സുബ്രഹ്മണ്യേട്ടൻ, കൃഷ്ണൻകുട്ടി, ഹരിഭാസ്കർ. ഇപ്രാവശ്യം വന്നപ്പോ സ്വാമിയേട്ടൻ അങ്ങനത്തെ കുറെ വൈപ്പൂര് ഇവരൊക്കെ കൂട്ടണമെന്ന് വിചാരിച്ച, പക്ഷെ നമുക്ക് അതിന്റെ ബന്ധമെല്ലാം കാരണം കൊണ്ട് പറ്റിയില്ല. പക്ഷെ ഇത് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അവരുടെ ചിരിക്കാത്ത മുഖങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാം. കാരണം ടെൻഷനാണെന്ന് തോന്നുന്നത്. അപ്പൊ അതില് കുറച്ച് ഇതുണ്ട്, ഞാൻ വായിക്കുന്നില്ല, എന്നാൽ സമയം പിടിക്കും. ബേസിക്കലി അതിന്റെ എയിം എന്താ വെച്ചാൽ ജനറൽ എഡ്യൂക്കേഷണൽ ട്രെയിനിങ്, ഹെൽത്ത് കെയർ, വെൽഫെയർ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചെയ്യാന്നുള്ള എയിമാണ്. അതിന്റെ കോപ്പി എവിടെയുണ്ട് അല്ലെ ഹരി? കോപ്പി ഇവിടെ വെച്ചിട്ടുണ്ട്, ആവശ്യമുണ്ടെങ്കിൽ നോക്കാം. പക്ഷേ ഇതിന്റെ എയിംസ് ഒക്കെ മാറ്റാൻ പറ്റുന്നതാണ്. ഏത് ട്രസ്റ്റിന്റെയും ബോഡി കൂടി, ജനറൽ ബോഡി കൂടിക്കഴിഞ്ഞാൽ മാറ്റാവുന്നതാണ്.
അടുത്തത് അതാണ് ആര്യനെറ്റിനെ പറ്റി. അതിനെപ്പറ്റി വല്ല ചോദ്യങ്ങളും ഡിസ്കഷൻസും ഉണ്ടെങ്കിൽ നമുക്ക് പോവാം, അല്ലെങ്കിൽ അടുത്ത ഐറ്റത്തിലേക്ക് പോവാം.